വസീഫ് ഡിവൈഎഫ്ഐ നേതാവെന്ന നിലയിൽ ക്യുക്കായി അതേക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം ഞാൻ ശ്രീലാലിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുകൊണ്ടാണ്. റോണി കെ ബേബി പറഞ്ഞ ഈ എന്ത് പറയാനാ, നുണ മാത്രം പറയുന്നവരുടെ ഒരു അതാ ഞാൻ പറഞ്ഞ ശരത്തെ, നുണ മാത്രം പറയുന്നവരുടെ ഒരു കൂട്ടായ്മയായി കേരളത്തിലെ UDF-ഉം അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർക്ക് മാറുക. എന്നിട്ട് ഓരോ ദിവസവും ഓരോ നുണകൾ പത്രക്കാരുടെ മുമ്പിൽ വന്ന് പറയാ. എന്നിട്ട് ഇദ്ദേഹത്തെ പോലെ അല്ലെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇദ്ദേഹത്തെ പോലെ ഉള്ളവര് വസ്തുത അറിയാതെ പറയാ. ഞാൻ പറഞ്ഞു 1150 നിയമനങ്ങൾ മലപ്പുറം ജില്ലയിൽ മാത്രം LPST മുഖാന്തരം ഇപ്പൊ കൊടുത്തു. ആ ലിസ്റ്റ് ഇനി കുറച്ച് പേരെയും കൂടി 11 പേരെയും കണ്ടാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ളത്. ഞങ്ങൾ യുവജന സംഘടന എന്നുള്ള നിലയ്ക്ക് ഈ ലിസ്റ്റിന്റെ ഒക്കെ പുറകെ നന്നായി പോകുന്നവരാ. അതേപോലെ നിങ്ങൾ പറഞ്ഞ CPO-യിൽ ഇത്ര 10% നിയമനം കൊടുത്തത്? എന്ത് അടിസ്ഥാനമാണുള്ളത്? ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുക, നിങ്ങളിത് തെളിയിക്കാൻ വാ. നിങ്ങൾ ഞാൻ പിന്നെ വേറൊന്നും പറയുന്നില്ല. ഇങ്ങനൊന്നും പറഞ്ഞു പോകരുത്. നമ്മളൊരു ഗവൺമെന്റിനെ വിമർശിക്കുമ്പോൾ കൃത്യമായി വിമർശിക്കണം. UPSC പോലും ഞാൻ പറഞ്ഞോട്ടെ, UPSC പോലും 1,30,000-ഓളം നിയമനങ്ങളാ കൊടുത്തത് PSC മുഖാന്തരം ഈ കേരളത്തിൽ കഴിഞ്ഞ ഈ വർഷക്കാലയളവിൽ. ഓരോ വർഷം 30,000-ഓളം പേർക്ക് നിയമനം കൊടുക്കുക ഇടതുപക്ഷം. ഈ LPST-യിൽ മാത്രം ഞാൻ അതിലാണല്ലോ പിടിച്ചുന്നത്. അതിന്റെ കണക്കെടുത്താ ഞാൻ വന്നത്. 1150 പേര് മലപ്പുറത്താ കൊടുത്തത്, 1000-നടുത്ത് കോഴിക്കോട് കൊടുത്തു, കേരളത്തിൽ ഉടനീളം കൊടുക്കുക. ഞാനത് പറയാനൊരു കാരണമുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾക്കറിയാം, ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, അബ്ദുൾ റബ്ബിന്റെ കാലത്ത് സ്കൂളുകൾ അടച്ചുപൂട്ടാനായിരുന്നു തീരുമാനം. ലാഭമോ നഷ്ടമോ നോക്കി സ്കൂളുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതാ. ഞാൻ സംസാരിക്കുന്നത് ഇപ്പൊ കോഴിക്കോട് നഗരത്തിൽ നിന്നുകൊണ്ടാ. ഇവിടുന്ന് മീറ്ററുകൾക്കകലെയാണ് മലാപ്പറമ്പ് സ്കൂൾ. മാനേജറോട് പറഞ്ഞത് അടച്ചുപൂട്ടാനാ. ഗവൺമെന്റ് സ്കൂളുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതാ. ആ സാഹചര്യത്തിലാണ് സ്കൂളുകൾ തുറന്നു പ്രവർത്തിച്ചു, കുട്ടികൾ വന്നു, അധ്യാപകർക്ക് നിയമനം കൊടുത്തു എന്നൊക്കെ ഞാൻ പറഞ്ഞത്. അതൊരു യാഥാർത്ഥ്യമാണ്. പല്ലിളിച്ച് കാണിച്ചിട്ട് കാര്യമില്ല.